പൊരുതാൻ ലഹരിക്കെതിരെ എന്ന മുദ്രാവാക്യമുയർത്തി മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നയിക്കുന്ന വോക്ക് അഗെയിൻസ്റ്റ് ഡ്രഗ്സ് ആയിരങ്ങളെ അണിനിരത്തി ആവേശക്കടലായി കട്ടപ്പന സ്കൂൾ കവലയിൽ നിന്ന് ആരംഭിച്ച നടത്തത്തിൽ മഴയത്തും ആവേശം ചോരാതെ ആയിരങ്ങളാണ് അണിനിരുന്നത്. രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖരും കലാ സാംസ്കാരിക പ്രവർത്തകരും എഴുത്തുകാരും പങ്കെടുക്കുന്ന NCC കേഡറ്റുകളും സ്കൗട്ട് ആൻഡ് ഗൈഡും തെയ്യം ഉൾപ്പെടെയുള്ള വിവിധ കലാപരിപാടികളും അണിനിരുന്ന സമൂഹ നടത്തത്തിൽ രാഷ്ട്രീയ മതഭേദമന്യെയാണ് ജനങ്ങൾ എത്തിച്ചേർന്നത്. ഇന്നത്തെ തലമുറയുടെ മനസ്സും ശരീരവും വിഷലിപ്തമാക്കുന്ന ലഹരി മാഫിയയ്ക്കെതിരെ കേരള സമൂഹം അണിനിരക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാവിധ ലഹരികളും യുവതലമുറയ്ക്ക് ആപത്താണെന്നും ഇതിനെതിരെ ജനകീയ മുന്നേറ്റമുണ്ടാകണമെന്നും ഈ പ്രവർത്തനങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല എന്നും കോളേജുകൾ ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനങ്ങൾ തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. അമ്മമാരും കുട്ടികളും വന്ന് ഞങ്ങളുടെ യാത്രക്കിടയിൽ പങ്കാളികളാകാറുണ്ട്. അവരെന്നോട് പറയാറുണ്ട്, സാർ ഈ പരിപാടി ഏറ്റെടുത്തത് വളരെ നന്നായി. നമ്മുടെ ഭാവി തലമുറ പുകഞ്ഞ് ഇല്ലാതാകേണ്ടതല്ല, അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഇത്തരം പരിപാടികൾ തുടരണമെന്നാണ് അവർ പറയുന്നത്. ഈ മാസം നവംബർ മാസം 4-ാം തീയതി രാവിലെ എറണാകുളത്ത് നടക്കുന്ന സമാപന സമ്മേളനത്തിന് ശേഷം രാവിലെ 6 മണിക്കാണ് നമ്മൾ ഈ ക്യാമ്പസിലേക്ക് 2-ാം ഘട്ടം കോളേജ് ക്യാമ്പസിൽ സ്കൂൾ ക്യാമ്പസിലേക്ക് നീങ്ങുകയാണ്. ഞാൻ ആഭ്യന്തരമന്ത്രി ആയതുകൊണ്ടാണ് ആരംഭിച്ച ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് പരിപാടി. അതിന്റെ ബ്രാൻഡ് അംബാസഡർ ശ്രീ മമ്മൂട്ടിയായിരുന്നു, പ്രശസ്ത സിനിമാ താരം. അങ്ങനെ എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പരിപാടിയാണ് നടത്തിയത്. സ്കൂൾ കവലയിൽ നിന്ന് ആരംഭിച്ച നടത്തം കട്ടപ്പന ഗാന്ധി സ്ക്വയറിൽ സമാപിച്ചു. തുടർന്ന് നടന്ന യോഗത്തിൽ രമേശ് ചെന്നിത്തല ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മനുഷ്യ സമൂഹത്തെ നശിപ്പിക്കുന്ന ദുരന്തമാണ് മയക്കുമരുന്നിന്റെയും മദ്യത്തിന്റെയും വ്യാപനമെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഒരു വ്യക്തിയുടെ മനസ്സിനെയും ബുദ്ധിയെയും ശരീരത്തെയും മാത്രമല്ല കുടുംബത്തെയും സ്വാഗത സംഘം പ്രസിഡന്റ് അഡ്വക്കേറ്റ് EM അഗസ്തി അധ്യക്ഷത വഹിച്ചു. വേദിയിൽ ലോകപ്രശസ്ത കാരിക്കേച്ചർ കലാകാരൻ ജിതേഷ് ജി രമേശ് ചെന്നിത്തലയുടെ ചിത്രം വരച്ച നവ്യ അനുഭവം പകർന്നു നൽകി. ആത്മീയ മത സാമുദായിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. ഡീൻ കുര്യാക്കോസ് MP, റോയ് കെ പൗലോസ്, അഡ്വക്കേറ്റ് ഇബ്രാഹിം കുട്ടി കല്ലാർ, പ്രൊഫസർ MJ ജേക്കബ്, AK മണി, ജോയി വെട്ടിക്കുഴി, ജോയി തോമസ്, സണ്ണി പൈമ്പള്ളിൽ, PR അയ്യപ്പൻ, ഷാജി പൈനാടത്ത്, തോമസ് മൈക്കൽ, MN ഗോപി എന്നിവർ പ്രസംഗിച്ചു. സിറ്റി വിഷൻ, കട്ടപ്പന.